മാംഗല്യം 22. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. അന്ന് പതിവിലും നേരത്തെയാണ് മണിക്കുട്ടി എഴുന്നേറ്റത്. ആകെ ഒരു വെപ്രാളത്തിൽ എന്തൊക്കെയോ വീട്ടിൽ കാട്ടിക്കൂട്ടി വെച്ചിട്ട് അവൾ സീതയുടെ വീട്ടിലേക്ക് നടന്നു. എത്രയൊക്കെ ആഞ്ഞു വലിച്ചു നടന്നിട്ടും കാലുകൾക്ക് സ്പീഡ് പോരാ എന്ന് തോന്നി. ഇടവഴി കയറി ടാറിട്ട റോഡിലേക്ക് എത്തിയപ്പോഴേക്കും രണ്ട് കൈയും ഏണിൽ വെച്ച് പെണ്ണ് കിതച്ചു പോയിരുന്നു. സാധാരണ 10 മിനിറ്റെങ്കിലും എടുത്തു നടക്കുന്ന വഴി ദൂരം ഇന്ന് പറന്നു വന്ന പോലെ 1-2 മിനിറ്റിൽ എത്തിയെങ്കിൽ കിതയ്ക്കാതെ പിന്നെ എവിടെ പോകാനാണ്? അല്പനേരം ശ്വാസം ഒന്നെടുത്ത് നേരെയായി എന്ന് തോന്നിയതും പിന്നെയും ആക്കം വെച്ച് നടന്നു. റോഡിൽ നിന്നും ചെങ്കൽ പാതയിലേക്ക് തിരിഞ്ഞതും നെഞ്ചിൽ കനം വെച്ച് തുടങ്ങി. എന്തിനെന്നറിയാത്തൊരു പേടിയും വെപ്രാളവും. റോഡിന്റെ സൈഡിലേക്ക് ചരിയുമ്പോഴേ വലിയ ആർച്ച് പോലെ വെച്ചിരുന്ന മഹാദേവ ക്ഷേത്രത്തിന്റെ ബോർഡിലേക്ക് നോക്കി. അതിൽ കാണുന്ന ശിവന്റെ രൂപത്തിലേക്ക് അവൾ തൊഴുതു പ്രാർത്ഥിച്ചു. മഹാദേവ, ഇന്നലെ അവിടെ ഒരു കുഴപ്പവും ഉണ്ടായി കാണല്ലേ. അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവല്ലേ ആഹാരം ഞാനാ ഉണ്ടാക്കിയതെന്ന്. അവിടെ ചെല്ലുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായില്ലെങ്കിൽ. അവൾ ഒരു നിമിഷം രൂപത്തിലേക്ക് നീക്കി ആലോചിച്ചു നിന്നു. ഞാൻ നിനക്കൊരു എരിക്കിന്റെ മാല കെട്ടിയിട്ടേക്കാം. അവസാന കൈമടക്കം കൊടുത്തവൾ ഭഗവാനോട് കേണു. സാധാരണ റോഡിലൂടെ നടക്കുമ്പോൾ അപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കാത്തവൾ ഇന്ന് ആ വഴി തുടങ്ങിയതും എത്തി നോക്കിയാ നടന്നു തുടങ്ങിയത്. സാധാരണ മാഷ് മിക്കപ്പോഴും പുറത്തെവിടെയെങ്കിലും നിന്ന് കാണാം. ഇന്ന് അതുപോലെ മാഷ് പുറത്ത് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നറിയാനായിരുന്നു ഈ പെടാപാടത്രയും. ആ വഴി എത്രയും വേലിയിട്ടിട്ടുണ്ടെങ്കിലും അതിലാകെ പടർന്നു കിടക്കുന്ന വീലിച്ചേര് ഉള്ളതുകൊണ്ട് തന്നെ അകത്തേക്ക് നോക്കുക ഇത്തിരി പാടുള്ള കാര്യമാണ്. ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ ചീറ്റ മാറ്റി അകത്തേക്ക് നോട്ടമെത്തും. അതിന്റെ കൂടെ പൊക്കം നല്ലോണം ഉണ്ടായതുകൊണ്ട് പെരുവിരലിൽ ഉയർന്നു നിന്നാലും അകത്തുള്ള കാഴ്ച കഷ്ടമാണ്. ഷോ, ഒന്നും കാണുന്നില്ലല്ലോ മഹാദേവ. ഇവിടുത്തെ സാറിന് ഇഷ്ടമില്ലെന്നറിഞ്ഞിട്ടും ആ അടുക്കളയിൽ കയറാനും ഓരോന്ന് വെക്കാനും നിനക്ക് എന്തിന്റെ കേടായിരുന്നു മണിക്കുട്ടി. ഇതിപ്പോ സാർ അവിടെ ഇല്ല, കുഞ്ഞും ആ അച്ഛനും മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ പിന്നെയും പോട്ടെ. ഇതൊന്നുമില്ലാതെ ആള് രാത്രി കഴിക്കാനുണ്ടാകുമെന്ന് ഓർക്കാതെ പോലും ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് മനസമാധാനമില്ലാതെ ഇങ്ങനെ നടക്കാൻ നിനക്ക് ഭ്രാന്താണ്. ഇനിയിപ്പോ എന്താ വരുന്നതെന്ന് വെച്ചാൽ തന്നെ വാങ്ങിക്കൂട്ടിക്കോ. എന്നെ വിളിക്കരുത്. മനസാക്ഷി എന്ന് പറയുന്നവൾ അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ട് നേരം കുറെയായി. ഓരോരോ ഉൾവിളിയുള്ളതുപോലെ ഉണ്ടാകും തോറും അവൾക്ക് കൈയും കാലും വിറയ്ക്കാനും ആടാനും തുടങ്ങി. അങ്ങനെ ആ വീട്ടിലേക്ക് നോക്കി സതിയുടെ വീടും കടന്ന് അല്പം മുന്നോട്ട് പോയതും പെണ്ണെന്തിലോ പോയി ഇടിച്ചു നിന്നു. വെപ്രാളപ്പെട്ടുകൊണ്ട് മുന്നിലേക്ക് നോക്കുമ്പോൾ അരികിൽ നിൽക്കുന്നവനെ കണ്ടതും അവൾ ഞെട്ടി പിന്നിലേക്കൊന്ന് മലച്ചു. അവൾ വീഴാൻ പോവുകയാണെന്ന് കണ്ടതും ഹരി പെട്ടെന്ന് കയ്യിൽ പിടിച്ച് നേരെ നിർത്തി. നിനക്കിത് തന്നെയാണോ പരിപാടി? ദേഷ്യത്തോടെ അവൾക്ക് നേരെ ചാടിക്കടിച്ചതും പെണ്ണ് കണ്ണ് രണ്ടും പൂട്ടി കൈമുട്ടി രണ്ടും ചുരുട്ടി ചുരിദാറിലേക്ക് വെച്ച് കുനിഞ്ഞു നിന്നു. എപ്പ നോക്കിയാലും തട്ടി വീഴാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പോലെയാണ് അവളുടെ നടപ്പും ഭാവവും. ഉണ്ടക്കണ്ട് രണ്ടെണ്ണം മുഖത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്താ അതിന് കാഴ്ചയില്ലേ? അതെങ്ങനെയാ? റോഡിൽ നോക്കി നടക്കാതെ വല്ലവന്റെ വീടും നോക്കി നടന്നാൽ വീഴുകയല്ല ചെയ്യുന്നത്. എന്നിട്ട് അവസാനം കുറ്റം ബാക്കിയുള്ളവർക്കും. അത് പറഞ്ഞതും അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി. നിനക്ക് വീഴാമല്ലോ. കാരണം പിന്നാലെ കോമ്പൻസേഷൻ ചോദിച്ചു വരാൻ കൊട്ടേഷൻ സംഘം ഒന്ന് വീട്ടിൽ തന്നെയല്ലേ വെച്ചുകൊണ്ടിരിക്കുന്നത്. പല്ലും കടിച്ചു പിടിച്ചുകൊണ്ടുള്ള അവന്റെ ദേഷ്യത്തിലുള്ള ഒച്ച കേട്ടതും ഇത്തവണ നിറഞ്ഞു നിന്ന മിഴികൾ ഒഴുകി തുടങ്ങി. അത് കണ്ടതും ഹരി പതറി. അതുവരെ അവളോട് ഒച്ച വെച്ചതിന്റെ ഭാവം ഒക്കെ മാറ്റിക്കൊണ്ട് പെണ്ണിന്റെ സങ്കടം നിറഞ്ഞ കണ്ണുകൾ അവനെ അലോസരപ്പെടുത്തി. എന്റെ അച്ഛനാണേ സത്യം. അന്നെന്റെ ഏട്ടൻ ചെയ്തു കൂട്ടിയതിലൊന്നും എന്റെ മനസ്സറിവില്ല. ഇതിലും വലിയ ഒരു സാക്ഷ്യമൊന്നും തരാൻ എന്റെ കയ്യിലില്ല. സാറ് വിശ്വസിക്കണം. കൈകൂപ്പി കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞതും ഹരിയാകെ വല്ലാതെയായി. തിരിച്ചെന്തെങ്കിലും പറയാനോ കേൾക്കാനോ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് രണ്ടുപേരും ഒരുപോലെ പോയ നിമിഷം. ഒരിക്കൽ കൂടി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കണ്ണും തുടച്ചവൾ സീതയുടെ ഗേറ്റ് തുറന്ന് അകത്തേക്കോടി. ശോ, ഇന്നത്തെ ദിവസം പോയല്ലോ. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ പിന്നെയും പിന്നെയും മനസ്സിലേക്കെത്തി സ്വസ്ഥത കളയുമെന്നറിഞ്ഞവൻ സ്വന്തമായി ചീത്ത പറഞ്ഞു. അല്പനേരം കൂടി അങ്ങനെ ഹരി ആകെ അസ്വസ്ഥനായിട്ടാണ് നിന്നിട്ടാണ് വീട്ടിലേക്ക് കയറി ചെന്നത്. ഇന്നലെ രാത്രി നേരത്തെ കിടന്നതുകൊണ്ട് തന്നെ ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റിരുന്നു. അച്ഛനും മോളുമൊക്കെ ഉറക്കമാണെന്ന് കണ്ട് വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയതാണ്. ഇന്നലെ എപ്പോഴോ മഴ പെയ്തു തോർന്നതിനാൽ വഴിയിലൊക്കെ വെള്ളമുണ്ടായിരുന്നെങ്കിലും ആ ഒരു നടപ്പിന് പ്രത്യേക സുഖമുണ്ടായിരുന്നു. ഇടയ്ക്കിടെ കാറ്റ് വീശുമ്പോൾ മരം പെയ്തും സൈഡിലെ ചെമ്പരത്തിക്കാടുകളൊക്കെ മുളങ്കാടിനെ തോൽപ്പിക്കാൻ എന്ന പോലെ ആടി ഉലയുന്നതും ഒക്കെ കണ്ട് അത്രയും സന്തോഷത്തോടെയുള്ള യാത്രയാണ് ഇപ്പോൾ ഇങ്ങനെ. വല്ലാത്തൊരു മുഷിവോടെ അവൻ വരാന്തയിൽ തന്നെ ഇരുന്നു.
മുന്നിൽ നിവർന്നു കിടക്കുന്ന പത്രമെടുത്ത് വായിക്കാൻ നോക്കിയെങ്കിലും അക്ഷരങ്ങളൊന്നും കണ്ണിൽ പെടാത്ത പോലെ മറിഞ്ഞും തിരിഞ്ഞും കളിച്ചത് അവൻ അത് മടക്കി വെച്ചു. ഈ നേരം പതിവിലും നേരത്തെ വന്നവളെ കണ്ട് അന്തിച്ചു നിൽക്കുകയായിരുന്നു സതി. ഒപ്പം അവളുടെ മുഖം ചുവന്നതും കണ്ണു വീർത്തിരിക്കുന്നതുമൊക്കെ കണ്ടതും മനസ്സിലായി കരഞ്ഞുവെന്ന്. രാവിലെ യശോദ എന്തെങ്കിലും പറഞ്ഞോ നിന്നെ? അവളുടെ കണ്ണു തുടച്ചുകൊണ്ട് ഇത്തിരി ദേഷ്യത്തിലായിരുന്നു ചോദ്യം. അയ്യോ, അമ്മ ഒന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ അമ്മ എഴുന്നേറ്റിട്ട് പോലുമില്ല. പിന്നെ ഇന്ദ്രൻ വന്നോ? ഇല്ല. അതിനും മറുപടി കൊടുത്തതും സീതയുടെ കണ്ണുകൾ സംശയത്തിൽ കൂർത്തു. അത് കണ്ടതും അത്രയും നേരെ സങ്കടത്തോടെ നിന്നവളുടെ മുഖം ഒന്നയഞ്ഞു. എന്റെ പൊന്ന് സീതമ്മേ, ഒരു പ്രശ്നവുമില്ല. ഞാൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തിയതുമല്ല, കൈപ്പോയത്തിന് അടി വീണിരുന്നു. ഞാൻ അങ്ങ് പേടിച്ചുപോയി. ഇനി നിന്നെ ഇന്ദ്രനോ ശാരദയോ എന്തെങ്കിലും പറഞ്ഞോ എന്നോർത്തിട്ട്. ആരും ഒന്നും പറഞ്ഞില്ല. കൈത്തുട തടവി ഇമ്മണി പിണക്കം കാട്ടി പറഞ്ഞവൾ അകത്തേക്ക് കയറുമ്പോൾ മനസ്സിലേക്ക് വന്നത് ഇന്ദ്രനും ശാരദയും കൂടാതെ തന്നെ കരയിപ്പിക്കാൻ പുതിയൊരാളുകൂടി വന്നത് അമ്മ അറിഞ്ഞില്ലല്ലോ എന്ന് മാത്രമാണ്. രാവിലെ അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്ന നേരത്തൊക്കെ അവളുടെ മനസ്സിൽ ഹരി പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു. അതുകൊണ്ടാവും നാളികേരം പൊട്ടിച്ചപ്പോൾ കിട്ടിയ മധുരമുള്ള തേങ്ങാവെള്ളം പുട്ടിന് നനയ്ക്കാതെ നേരെ സിങ്കിലേക്ക് കൊണ്ട് കമത്തിയത്. അത് കണ്ടതുമല്ല, സീതമ്മയുടെ നെഞ്ചു പൊടിഞ്ഞുപോയി. അപ്പോഴും കിട്ടി കൈപ്പോയതിനൊന്ന്. നീ എന്തുവാ പെണ്ണെ, സ്വപ്നം കണ്ടാണോ ഓരോന്ന് ചെയ്യുന്നത്? ഷോ, നല്ല മധുരമുള്ള തേങ്ങാവെള്ളമായിരുന്നു. നിനക്ക് പുട്ടിന് കുടിക്കാൻ വേണമെന്ന് വാശി പിടിച്ചതുകൊണ്ടാണ് ഞാൻ തന്നത് തന്നെ. എന്നിട്ടിപ്പോ നോക്കിക്കേ, അതുകൊണ്ട് കമിഴ്ത്തി കളഞ്ഞിരിക്കുന്നു. ആ തേങ്ങാവെള്ളം പോയ സങ്കടത്തിൽ അവർക്ക് ഒന്നുകൂടി കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിലും സീത പല്ല് ഞെരിച്ച് ദേഷ്യം കാണിച്ചതേയുള്ളൂ. സോറി സീതമ്മേ, ഞാൻ എന്തോ ആലോചിച്ചിട്ട്. അവൾക്ക് നല്ലോണം വിഷമം വരുന്നുണ്ടായിരുന്നു. അത് കണ്ടതും സീതയുടെ മുഖവും മങ്ങി. എന്റെ പൊന്നു കൊച്ചെ, നിന്റെ തലക്കിട്ട് ആരെങ്കിലും അടിച്ചോ? രാവിലെ മുതൽ ഒരുമാതിരി കിളി പാറിയ പോലെയാണല്ലോ നിന്റെ നിൽപ്പും നടപ്പുമൊക്കെ. തലയ്ക്കല്ല, മനസ്സിനിട്ടാണ് തട്ടി കിട്ടിയതെന്ന് പറയാൻ വന്നിട്ട് പിന്നെയും മടിച്ചു. അല്ലെങ്കിൽ പിന്നെ രാവിലെ മുതലുള്ള കാര്യങ്ങൾ ഓരോന്നും എണ്ണേണ്ടി വരും. മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ഈയിടെയായിട്ട് ദേഷ്യത്തിന്റെ അസ്കിത ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് ഒക്കെ കേട്ടുകഴിഞ്ഞാൽ ആദ്യം വേണമെങ്കിൽ ആ സാറിനോട് തല്ലുണ്ടാക്കാൻ പോകും. ഇനി ഒന്നിനും വയ്യ. വല്ലാത്തൊരവശത. ദേ പിന്നെയും സ്വപ്നം കാണാൻ പോയി. സത്യം പറ കൊച്ചേ, നീ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ കാമുകനെ പറ്റിയല്ലയോ? കൈവിരൽ ചൂണ്ടിയുള്ള സീതമ്മയുടെ ചോദ്യത്തിൽ മണിക്കുട്ടി ഞെട്ടിപ്പോയി. കാമുകനോ? ആർക്ക്? കണ്ണി രണ്ടും മിഴിച്ച് ഞെട്ടിക്കൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ടതും ഉയർന്നു വന്ന ചിരി അടക്കി പിടിച്ച് സീത ഇച്ചിരി ഗൗരവത്തോടെ തന്നെ ആ മുഖത്തേക്ക് നോക്കി. നിനക്ക്, അല്ലാതെ ഇപ്പോൾ എനിക്ക് പോയി പ്രേമിക്കാൻ പറ്റില്ലല്ലോ. അവളുടെ മുന്നിൽ നിന്ന് പുട്ടുപാത്രം എടുത്ത് മുന്നിലേക്ക് വെച്ച് തരുതരിപ്പായി അവരത് മെല്ലെ കുഴയ്ക്കാൻ തുടങ്ങി. ഈ സീതമ്മയ്ക്ക് ഇതെന്താ, പ്രേമിക്കാൻ പറ്റിയ സമയം? നല്ലോണം ചൊടിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ആ പാത്രം പിടിച്ചു വാങ്ങി അവൾ കുഴയ്ക്കാൻ തുടങ്ങി. അതിന് പ്രേമിക്കാൻ പ്രത്യേകിച്ച് സമയം വല്ലതുമുണ്ടോ? രണ്ടുപേർക്കും ഇഷ്ടം വരുമ്പോൾ അവരങ്ങ് പ്രേമിക്കാൻ തുടങ്ങും. ഷെടാ. ഉവ്വ, എങ്കിൽ തൽക്കാലം എനിക്കതിന് പറ്റിയ സമയമായിട്ടില്ല. സീതമ്മയ്ക്ക് സമയമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്, പോയി ശേഖരൻ മാമനോട് പ്രേമിച്ച് നടക്ക്. ഇത്തവണ പെണ്ണിൽ വല്ലാത്തൊരു വാശിയും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ അത് വിട്. ഞാൻ ചോദിച്ചതിന് മറുപടി താ. സീത പിന്നെയും അവളെ കളിയാക്കാൻ തുടങ്ങിയതും പെണ്ണ് പുറ്റുകുട്ടിയിലോട്ട് മാവ് നിറച്ച് മുകളിൽ അല്പം തേങ്ങയും വെച്ച് സീതയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നു. സീതമ്മയ്ക്ക് എന്ത് മറുപടിയാ ഇപ്പൊ വേണ്ടേ? രണ്ടിളിയിലും കൈകുത്തി നിന്നുകൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ടതും സീത ചിരിച്ചുപോയി. നേര് പറയടി പെണ്ണെ, ഇപ്പോൾ നീ മനസ്സിലാലോചിച്ചത് നീ കെട്ടാൻ പോകുന്നതിനെ പറ്റിയല്ലേ? സീത അങ്ങനെ പറഞ്ഞതും അവളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഹരിയുടെ മുഖം വന്നു. തല വെട്ടിച്ചുകൊണ്ട് പെണ്ണ് കണ്ണുകൾ ഇറുക്കി അടച്ചു, അവന്റെ മുഖം മായ്ക്കാൻ എന്ന പോലെ. സീതമ്മയ്ക്ക് രാവിലെ ഒരു ജോലിയുമില്ലെങ്കിൽ കുറച്ചു നേരം പോയി കിടന്നോ, ഞാനൊക്കെ ആയിട്ട് വിളിക്കാം. തോറ്റ പോലെ അവൾ പറഞ്ഞതും സീത ഉറക്കെ ചിരിച്ചുകൊണ്ട് അവളെ വന്ന് കെട്ടിപ്പിടിച്ചു. ഇപ്പൊ നിന്റെ മൂടൊക്കെ മാറിയില്ലേ? അങ്ങനെ ചോദിച്ചതും മണിക്കുട്ടിയും ചിരിച്ചുപോയി. ശരിയാ, കുറച്ചു മുന്നേ ഉണ്ടായിരുന്ന മനസ്സിന്റെ കനം ഇപ്പോൾ ഇല്ല. സീതേ, ഓ വരുന്നു. പുറത്തുനിന്ന് ശേഖരൻ വിളിക്കുന്ന കേട്ടതും അതിന് മറുപടി പറഞ്ഞുകൊണ്ട് സീത ഇറങ്ങാൻ തുടങ്ങിയിട്ട് വാതിലിന് അവിടെ ചെന്ന് നിന്നു. പക്ഷേ എനിക്കറിയാൻ കേട്ടോ, നീ ആലോചിച്ച് നിന്റെ കാമുകനെ തന്നെയാണെന്ന്. സീത വിളിച്ചു പറഞ്ഞതും നെറുകയിൽ കൈയടിച്ച് അവൾ വല്ലാത്ത ഭാവത്തിൽ സീതയെ തിരിഞ്ഞു നോക്കി. കാമുകനല്ലത്, കാലമാടനാണ്. എന്റെ തലവെട്ടം കണ്ടാൽ അപ്പ ചാടിക്കടിച്ചുകൊണ്ടുവരും. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടും ആ മുഖത്തെ ദേഷ്യം മായാതെ അങ്ങനെ ഉറച്ചു നിന്നതോർത്തപ്പോൾ അവൾ അറിയാതെ പറഞ്ഞുപോയി.
രാവിലത്തെ ആഹാരവും കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള പണിയും ഏകദേശം ഒതുക്കി കഴിഞ്ഞപ്പോഴേക്കും മണിക്കുട്ടി ആകെ ക്ഷീണിച്ചു. ഇനിയിപ്പോ പപ്പടം വറക്കാനും പുളിശ്ശേരിയിൽ താളിക്കാനും ഒക്കെ ഒന്ന് രണ്ട് അല്ലറ ചില്ലറ പണികൾ കൂടിയേ ഉള്ളൂ. ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അപ്പുറത്തെ സാറ് സ്കൂളിൽ പോയിട്ടുണ്ടാവും. ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതും അവിടേക്കൊന്ന് പോകാനുള്ള വെപ്രാളമായി അവളിൽ നിറയെ. ചെന്ന് മാഷച്ചനെ കണ്ട് ഇന്നലത്തെ കാര്യം അറിഞ്ഞില്ലെങ്കിൽ മനസ്സിന് സമാധാനം കിട്ടാത്തൊരവസ്ഥ. സീതയോട് ചോദിച്ചപ്പോൾ അവർ പിന്നെ വന്നോളാം, മോള് പൊക്കോന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് പോകാൻ നല്ലോണം പേടിയുണ്ടായിരുന്നെങ്കിലും ആ നേരം അതിലും വലുതായിരുന്നു മനസ്സിലുള്ള ചിന്തകൾക്ക് വേണ്ട ഉത്തരം. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അവിടേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ഒരു നിമിഷം നിന്നുകൊണ്ട് പെട്ടെന്ന് തിരിച്ചടുക്കളയിലേക്ക് കയറി. ഇത്തിരി കഴിഞ്ഞ് ചെയ്യാമെന്ന് വെച്ച പുളിശ്ശേരിയിൽ ആദ്യം താളിച്ചിട്ടു. എന്നിട്ട് അവിടെ ഇരുന്ന് 2-3 പാത്രമെടുത്ത് ഒന്നിൽ അവിയലും രണ്ടാമത്തതിൽ പുളിശ്ശേരിയും മൂന്നാമത്തതിൽ കിളിമീൻ കറി വെച്ചതുമൊക്കെ അപ്പുറത്തേക്ക് നടന്നു. അപ്പൂപ്പനും കൊച്ചുമോൾക്കും ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. കഴിച്ചിട്ട് സാറ് വരുന്നതിന് മുന്നേ ആ പാത്രങ്ങളൊക്കെ തിരിച്ച് ഏൽപ്പിക്കാനും പറയാം. അപ്പൊ പിന്നെ ആളറിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. ആ ഒരു ചിന്തയോടെ അകത്തോട്ട് ചെന്നതും കാണുന്നത് കൈമൾ മാഷ് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. ഹോ, ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലത്ത് നിൽക്കുമ്പോൾ തണുത്ത സോഡാ സർബത്ത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു തണുപ്പുണ്ടല്ലോ, അതുപോലെയൊന്ന് അടിവയറ്റിലേക്ക് ഒഴുകിയ ഫീല്. ആശ്വാസത്തോടെ പെണ്ണ് അവിടെ തന്നെ നിന്നു. ആഹാ, മോൾ ഇങ്ങോട്ട് വന്നോ? ഞാൻ അങ്ങോട്ട് നിന്നെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എന്നെ കാണാനോ? എന്തുപറ്റി? അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന പെണ്ണ് പെട്ടെന്ന് കണ്ണൊക്കെ മിഴിച്ച് പേടിയോടെ ചോദിച്ചതും അയാളും വല്ലാതെയായി. എന്റെ കുഞ്ഞെ, നീ ഇങ്ങനെ പേടിച്ചിട്ട് എന്നെ കൂടി പേടിപ്പിക്കല്ലേ. ഞാൻ മോൾ അവിടെയുണ്ടെങ്കിൽ ഇന്നലത്തെ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കറി വെപ്പിക്കാം എന്ന ദുരുദ്ദേശത്തോടെ ഇറങ്ങിയതാണ്. ഹോ, അതാണോ? വെറുതെ ആളെ പേടിപ്പിച്ചു. ഞാൻ കരുതി ഇന്നലെ ഞാനുണ്ടാക്കിയ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞ് ഇവിടുത്തെ സാറ് പ്രശ്നമുണ്ടാക്കിയെന്ന്. അല്ല, അവനിപ്പോ അറിഞ്ഞാൽ എന്താ? കൂസലേതുമില്ലാതെയാണ് ചോദ്യം. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഹരിയോട് ചെറിയ രീതിയിൽ ഒരു പേടിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതുമില്ല. ഉവ്വ, അറിഞ്ഞേച്ചാലും മതി. അതറിയുന്ന നിമിഷം എന്റെ അച്ഛനെയും മോളെയും കൂടുപാത്രം ചെയ്ത് മയക്കാൻ നോക്കിയോടിയെന്ന് ചോദിച്ച് ഇവിടുത്തെ സാറ് എന്നെ ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടും. എന്റെ പൊന്നു മാഷേ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. അല്ലെങ്കിൽ തന്നെ ആൾക്ക് എന്നെ കാണുമ്പോൾ വിനായകന് ചതുർത്ഥി പോലെയാണ്. അവൾ നെഞ്ചിൽ കൈവച്ച് പറയുന്ന കേട്ടപ്പോൾ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ പാവം തോന്നി പെണ്ണിനോട്. അങ്ങനെയൊന്നുമില്ല മോളെ, അവൻ ശരിക്കും പാവമാണ്. പാവമല്ല, പാവയ്ക്കയാ. മനസ്സിലേ പറഞ്ഞുള്ളൂ. ആളുടെ അച്ഛന്റെ മുന്നിൽ വെച്ച് പറയാനുള്ള ധൈര്യമൊന്നുമില്ല. അല്ല, ഇതെന്താ കയ്യിൽ? അവളുടെ കയ്യിലെ ചണസഞ്ചി നോക്കി അദ്ദേഹം ചോദിച്ചു. അതോ, അത് കുറച്ച് അവിയലും പുളിശ്ശേരിയും തോരനുമൊക്കെയാണ്. ആഹാ, അതിപ്പോൾ നന്നായില്ലോ. ഞാൻ അല്ലെങ്കിലും ചോറ് മാത്രമേ വെച്ചുള്ളായിരുന്നു. മോൾ അവിടെയുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് രണ്ട് കറി വെപ്പിക്കാം എന്നായിരുന്നു മനസ്സിൽ. ഇന്നലത്തെ എന്റെ എല്ലാം ഭയങ്കര രുചിയായിരുന്നു കേട്ടോ. ഓർക്കെ തന്നെ നാവിലൂടെ കപ്പലോടുന്നു. ഇതിപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല്. അയാൾ അവളുടെ കയ്യിൽ നിന്നും കവർ വാങ്ങി അതിലേക്ക് നോക്കിക്കൊണ്ട് ചിരിച്ചു. വെച്ചു തരാൻ എനിക്ക് മടിയുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ വെച്ചു തന്നാൽ ആര് വെച്ചു തന്നു എന്ന് പറയും സാറിനോട്? അതിന്റെ ഉത്തരം അറിയാനുള്ള ആകാംക്ഷ അവളിൽ വല്ലാതെ കൂടി. അതിലിപ്പോ ഇത്ര ചോദിക്കാൻ എന്തുണ്ട്? ഇന്നലെ പറഞ്ഞ പോലെ സീത വെച്ചു തന്നു എന്ന് പറയും. അത് ഉച്ചയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? അത് കേട്ടതും അവളുടെ മനസ്സിടിഞ്ഞു. ഈ മറുപടിയല്ല ആഗ്രഹിച്ചെന്ന് തോന്നും പോലെ ഹൃദയത്തിനൊരു കനം. അദ്ദേഹം അവൾ കൊടുത്ത കവറുമായി അടുക്കളയിലേക്ക് പോയപ്പോൾ അവളും പിന്നാലെ ചെന്നു. സഞ്ചിയിൽ നിന്നും ഓരോന്നും പുറത്തെടുത്ത് വെച്ചതും അദ്ദേഹം അവളെ നോക്കുമ്പോൾ പെണ്ണ് തലകുനിച്ച് നിൽക്കുകയായിരുന്നു. മോൾക്ക് സങ്കടമായി അല്ലേ? പക്ഷെ തൽക്കാലം മോളാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അതിന്റെ പിന്നാലെ പോകുമോ എന്നൊരു ഭയം. അതുകൊണ്ടാ കേട്ടോ. പക്ഷെ ഒരു ദിവസം നമുക്കവന് നിന്റെ കൈകൊണ്ട് തന്നെ ഒരു സദ്യ ഉണ്ടാക്കി കൊടുക്കാം. അയാൾ അവളുടെ കവിളിൽ തട്ടി മെല്ലെ തഴുകി. അച്ഛൻ. മനസ്സിനുള്ളിൽ പിന്നെയും ഒരു നിറമഴ പെയ്തു. താൻ എപ്പോ തലോടിയാലും കണ്ണടച്ചു നിൽക്കുന്നവളുടെ ചുണ്ടിലെ ചലനം ഇന്നാണ് അദ്ദേഹം ശരിക്കും അറിഞ്ഞത്. അച്ഛൻ. ഒരു നിമിഷം അദ്ദേഹത്തിന്റെ കണ്ണുകളും ഈറനായി. ഈ അവിയലിന് നല്ല ടേസ്റ്റ് ഉണ്ട് മോളെ കേട്ടോ. അവളുടെ ശ്രദ്ധ പെട്ടെന്ന് മാറ്റാനെന്നോണം കയ്യിലിരുന്ന അവിയൽ പാത്രം തുറന്ന് ഒരു മുരിങ്ങക്കായ വായിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ചിരിച്ചു. ഇത് ഇപ്പോഴേ പെറുക്കി തിന്നിട്ട് ഉച്ചക്കത്തേക്ക് പിന്നെ ചോറ് മാത്രമേ കാണൂ കേട്ടോ. കയ്യിലെ സഞ്ചിയുമായി അടുക്കളയിലേക്ക് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെയും അവിയൽ വായിലേക്കിടാൻ പോകുന്ന ആളെ കണ്ടതും അവൾ കളിയാക്കി. അത് സാരമില്ല, പുളിശ്ശേരിയും തോരനും ഉണ്ടല്ലോ. എനിക്കും എന്റെ കൊച്ചുമോൾക്കും അത് ധാരാളം. ആള് നിസ്സാരം പോലെ പറഞ്ഞുകൊണ്ട് അടുത്ത വായും വായിലേക്കിട്ടു. ആ, ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, എവിടെ കൊച്ചുകുറുമ്പി? ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അവൾ കുഞ്ഞിനെ തിരഞ്ഞു.
ഇന്നലെ രാത്രി മുതൽ ചെറിയൊരു പനിക്കോളുണ്ട്. അതുകൊണ്ട് ഹരി പോകുന്നതിന് മുന്നേ തന്നെ മരുന്ന് കൊടുത്തായിരുന്നു. അതിന്റെയായി ഈ ഉറക്കം. കുഞ്ഞിന് വയ്യെന്ന് കേട്ടതും അവൾക്ക് വല്ലാതെ സങ്കടം തോന്നി. ഇന്നലെ മുതൽ ഒന്ന് കാണാൻ നടക്കുക. വരുമ്പോഴൊക്കെ കുഞ്ഞ് ഉറക്കമാ. അതോ അവൾ ഉറങ്ങുമ്പോൾ മാത്രമാണോ താൻ വരുന്നത്? വല്ലാത്തൊരു ചിന്താഭാരത്തോടെ അവൾ പുറത്തേക്കിറങ്ങി. എടി കൊച്ചേ, കുഞ്ഞുങ്ങൾക്ക് പനി വന്നൂടെ? അത് കേട്ടപ്പോഴേ മുഖം വാടിയല്ലോ. അത് പിന്നെ അന്ന് കണ്ടതിന് ശേഷം കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല, അതിന്റെയാ. അവൾ പാതിയിൽ നിർത്തി. അതിന് കൊച്ചിങ്ങനെ സങ്കടപ്പെടണ്ട. മോൾ എഴുന്നേൽക്കട്ടെ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോഴും കിട്ടി നെറുകയിൽ ഒരു തലോടലും കവിളിൽ കുഞ്ഞൊരു തട്ടലും. ഹാ മോളെ, അവിയലിൽ നല്ല ജീരകത്തിന്റെ വാസനയുണ്ട് കേട്ടോ. അതുപോലെ പുറത്തൂടെ തൂവിയ വെളിച്ചെണ്ണയുടെയും. പിന്നെയും സ്ഥിരം പരിപാടി. ഇത് അടുക്കളയിൽ വെക്കാതെ പിന്നെയും വാരി തിന്നുകയാണോ? കുഞ്ഞു പെണ്ണിനെങ്കിലും ഇത്തിരി വെക്ക് മാഷേ. അവൾ അത് പിടിച്ച് കയ്യിലോട്ട് വാങ്ങിയതും മുറ്റത്തേക്ക് ഒരു കാറ് വന്നു നിന്നതും ഒത്തിരുന്നു. രണ്ടുപേരുടെയും നോട്ടം ഒരുപോലെ അവിടേക്ക് ചെന്നതും കാറിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ട് രണ്ടിന്റെ കൈയും കാലും കുഴയാൻ തുടങ്ങി. ഹരി, കാലം മാടൻ. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരെല്ലാം കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.